പിന്നെ ഒരു ടോയ് ഷോപ്പിൽ ചെന്നപ്പോൾ അവിടെ വലിയൊരു പന്നിക്കുട്ടിയെ കണ്ടു. നല്ല ഭംഗിയുള്ള പന്നിക്കുട്ടി. അവൻ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ എനിക്കത് വാങ്ങി തരുമോ? ഒരു മോനെ, പൈസ ഇല്ല, നമുക്ക് കുറച്ച് പൈസ കൂട്ടി വെച്ചിട്ട് ഇത് വാങ്ങാം എന്ന് പറഞ്ഞു. എന്നിട്ട് അയാൾ ഒരു ചെറിയൊരു പന്നിക്കുട്ടിയെ വാങ്ങിക്കൊടുത്തു. അതൊരു പിഗ്ഗി ബാങ്ക്, നമുക്കൊക്കെ അറിയാം. പിഗ്ഗി പന്നിക്കുട്ടി, നമ്മുടെ കാശ് കൊടുക്കാം. അപ്പൊ അയാൾ പറഞ്ഞത് ഇതാണ്. അച്ഛൻ മോനോട് പറഞ്ഞു, നിനക്ക് പാല് കുടിക്കാൻ മടിയാണല്ലോ, നീ രാവിലെ ഒരു ഗ്ലാസ് പാല് കുടിക്കുകയാണെങ്കിൽ നിനക്ക് ഞാനൊരു നാണയം തരും. അത് ഈ പന്നിക്കുട്ടിയുടെ പിന്നിലെ ദ്വാരത്തിലൂടെ അകത്തേക്ക് ഇടണം. അങ്ങനെ ഇത് നിറയുമ്പോൾ നിനക്ക് ഒരുപാട് കാശാകും. ഈ കാശ് കൊണ്ട് നമുക്ക് വലിയ ടോയ് വാങ്ങാം എന്ന് പറഞ്ഞു. കുട്ടിക്ക് സന്തോഷമായി. അവൻ എല്ലാ ദിവസവും പാല് ചോദിച്ചു വാങ്ങി കുടിക്കും. ആ നാണയം എടുത്ത് ഈ പിഗ്ഗി ബാങ്കിന്റെ ഉള്ളിലിടും, കാശ് കൊടുക്കയുടെ ഉള്ളിലിടും. അങ്ങനെ ഈ കാശ് കൊടുക്ക വലുതായി വളരെ കനം വെച്ചു. കനം വെച്ചപ്പോ ഒരു ദിവസം അച്ഛൻ വന്ന് എടുത്തു നോക്കി. അറിഞ്ഞല്ലോ, നിറയെ കാശുണ്ട്. നമുക്ക് നാളെ പോയിട്ട് ആ ടോയ് ഷോപ്പിൽ പോയിട്ട് ഇത് വാങ്ങിക്കാം, പറഞ്ഞ് ടോയ് വാങ്ങിക്കാം, വലിയ പന്നിക്കുട്ടിയെ വാങ്ങിക്കാം എന്ന് പറഞ്ഞ് അച്ഛൻ ഈ ഒരു ചുറ്റിക എടുത്ത് ഈ കുഞ്ഞു പന്നിക്കുട്ടിയെ അടിച്ച് പൊട്ടിക്കാൻ പോയപ്പോൾ ഈ കുട്ടി ചാടി വീണു ആ ടോയിൽ കെട്ടിപ്പിടിച്ചു. ആ കാശ് കുട്ടിയും കെട്ടിപ്പിടിച്ചു. അച്ഛൻ പറഞ്ഞ്, നീ എന്ത് വെട്ടിത്തോ കാണിക്കുന്നത്? എനിക്ക് ആ ടോയ് വേണ്ടേ? അപ്പോൾ എനിക്ക് വേണ്ട. അതെന്താ? ഇത് എൻ്റെ കുട്ടിയാണ്, ഈ പന്നിക്കുട്ടി എന്റെയാണ്, അതിനെ കൊല്ലാൻ പറ്റില്ല. അച്ഛന് മനസ്സിലായില്ല. സ്വാഭാവികമായിട്ട് കുഞ്ഞുങ്ങളുടെ ഇത്തരം അയുക്തികമായ കാര്യങ്ങൾ മാതാപിതാക്കൾക്ക് മനസ്സിലാവില്ല. കാരണം നമ്മൾ കുറെ ജീവിതം കുറെ കടന്നുപോയി. നമ്മൾ വല്ലാത്തൊരു ജീവിതത്തിലൂടെ കണ്ടമാനം നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് വേഷങ്ങൾ കെട്ടി നമ്മൾ എത്തി നിൽക്കുകയാണ്. അവിടെ ഈ കുഞ്ഞിന്റെ മനസ്സ് നമുക്ക് മനസ്സിലാവില്ല. പിറ്റേ ദിവസം അച്ഛൻ വന്നു, വാ നമുക്ക് കുട്ടിക്കാം. അപ്പൊ സന്ധ്യാനേരമാണ്. അച്ഛൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ നേരത്ത് ഇവൻ ഈ കുഞ്ഞ് പന്നിക്കുട്ടിയെ ഷർട്ടിനുള്ളിൽ ഒളിപ്പിച്ച് വീടിന് പുറത്തേക്ക് ഓടി. അവിടെ ഒരു വെളിമ്പറമ്പുണ്ട്. ആ വെളിമ്പറമ്പിൽ ഒരു കുറ്റിക്കാടുണ്ട്. അതിന്റെ അപ്പുറത്ത് കുറെ മൃഗങ്ങൾ മേയുന്നുണ്ട്. പശുക്കളും ആടുകളും പന്നിക്കുട്ടികളും ഒക്കെ മേയുന്നുണ്ട്, പന്നികളൊക്കെ മേയുന്നുണ്ട്. ഇവൻ ഈ അവന്റെ കളിപ്പാട്ടം ആ കുറ്റിക്കാട്ടിനുള്ളിൽ കൊണ്ടുവച്ചിട്ട് അതിന്റെ കാതിൽ പറഞ്ഞു, എടാ, രാത്രിയാവുമ്പോ നീ ഇവിടുന്ന് ഓടിപ്പോണം. ഈ മനുഷ്യരൊക്കെ നിന്നെ തല്ലി കൊല്ലാൻ വേണ്ടി കാത്തു നിൽക്കണം. എൻ്റെ അച്ഛനടക്കമുള്ള ആളുകൾ, നീ ഓടി രക്ഷപ്പെട്ടോളണം. നീ എവിടെയെങ്കിലും ജീവിച്ചിരുന്നാൽ മതി എന്ന് ഈ കുട്ടി അവനോട് പറഞ്ഞു. ആ പന്നിക്കുട്ടിയോട് പറഞ്ഞു. ആലോചിച്ചു ആ കുഞ്ഞിന്റെ കരുണ. ഒരു യഹൂദൻ എഴുതിയ കഥയാണ്. ഇസ്രയേലിയായ എഡ്ഗാർ കെനറ്റ് എന്ന യഹൂദൻ എഴുതിയ കഥയാണ്. ഈ യഹൂദന്മാരാണ് ആദിമകാലം മുതൽ പലസ്തീനിൽ ജീവിച്ചിരുന്ന കുഞ്ഞുങ്ങളെ, മുതിർന്നവരെ എല്ലാം കൊന്നൊടുക്കുന്നത്. ലോകത്തിന് മുഴുവൻ ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ്. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ്. വെളുത്ത തൊലിയുടെ പേരിൽ അധികാരത്തിലേക്ക് വന്നൊരു മനുഷ്യനാണ്. ആ വെളുത്ത തൊലിയുടെ പേരിൽ എത്രയോ കറുത്ത മനുഷ്യരെ കൊന്ന ചരിത്രമുണ്ട്. ക്ലൂ ക്ലക്സ് ക്ലാൻ നമുക്കെല്ലാവർക്കും അറിയാം. എത്രയോ മനുഷ്യരെ കൊന്നൊടുക്കിയതാണ് പണ്ട് കാലത്ത് അമേരിക്കയിൽ. അതിന്റെ പിന്തുടർച്ചയായിട്ട് ഇപ്പോഴും ഇത് തെരഞ്ഞെടുപ്പുകാരാണ് അമേരിക്കയിലില്ല. വൈറ്റ് സൂപ്രമസി അത് അതിന്റെ ഉച്ചത്തായിൽ എത്തി നിൽക്കുകയാണ്. നമ്മുടെ ഇന്ത്യക്കാരൊക്കെ ഇനി പേടിക്കണം. അവിടെ ജീവിക്കുന്ന പണ്ട് അഭിമാനത്തോടെ അമേരിക്കയിലേക്ക് കുടിയേറിപ്പോയ നമ്മുടെ സഹജീവികൾ ഇനി ഒരുപാട് ഭയപ്പെടണം. കഥ മാറിക്കഴിഞ്ഞിരിക്കുന്നുണ്ടേ. കഥ ഒരുപാട് മാറി. ലോകത്തിന്റെ കഥ മാറിക്കഴിഞ്ഞു. അവിടെയാണ് നമ്മുടെ കഥകൾ മുന്നോട്ട് വെക്കുന്നതിന്റെ പ്രസക്തി ഞാൻ പറയുന്നത്. കരുണയില്ലാത്ത ധാരാളം കഥകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ
കാരുണ്യത്തിന്റെ കഥകൾ ഉണ്ടാകണം. ഒരു പീഡ എറുമ്പിനും വരുത്തരുതെന്ന് പാടിയ ഗുരുവിന്റെ നാടാണിത്. ആ നാട്ടിൽ നിന്നാണ് ഒരാൾ ചോദിച്ചത്, നിങ്ങൾ എന്തിനാണ് വർഗീയവാദികളുടെ യോഗത്തിന് പോയത് എന്ന്. ആ ശ്രീനാരായണ ഗുരുവിന്റെ നാട്ടിൽ നിന്നുകൊണ്ട് നമുക്ക് കരുണയെ കുറിച്ച് പറയണം, കരുണയൂറുന്ന കഥകൾ എഴുതണം. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഉണ്ട് കഥകൾ. ആ കഥകൾ പരുവപ്പെടുത്തിയെടുക്കണം. അരനൂറ്റാണ്ടിലേറെ കാലം കഴിഞ്ഞുപോയ ജീവിതം നയിച്ച മനുഷ്യരാണ്. ഇത്രയും സമ്പത്തുള്ള ജീവിതാനുഭവമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം ജീവിതാനുഭവമാണ്. ഈ ജീവിതാനുഭവം അക്ഷരങ്ങളാക്കി മാറ്റുകയാണെങ്കിൽ അതൊരു അമൂല്യനിധിയായിട്ട് മാറും. ഒരു കഥ എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ ഞാൻ അറിയാതെ പറഞ്ഞു പോവുകയാണ്. നമുക്ക് കാരുണ്യമൂറുന്ന കഥകൾ ധാരാളം വേണം. അതിനുവേണ്ടി ഞാൻ പറഞ്ഞു പോവുകയാണ്. പണ്ട് ഈ നമ്മുടെ കൽപ്പറ്റ നാരായണ മാഷ് ഒരു കവിത എഴുതിയിരുന്നു. ബുദ്ധൻ എന്നാണ് ആ കവിതയുടെ പേര്. ഞാൻ വീണപ്പോൾ എന്നെ താങ്ങിയ അപരിചിതൻ, ഞാൻ വീണപ്പോൾ എന്നെ താങ്ങിയ അപരിചിതൻ ബുദ്ധനാണെന്ന് തെളിഞ്ഞില്ലേ? നിനക്ക് തെളിഞ്ഞില്ലേ? അതായത് ഈ ഭൂമിയിൽ നിങ്ങൾ വീഴുമ്പോൾ നിങ്ങളെ സഹായിക്കുന്നത് ബന്ധുക്കളോ മിത്രങ്ങളോ ആയിരിക്കണമെന്നില്ല, ഒരു അപരിചിതനായിരിക്കും. അവിടെയാണ് ബുദ്ധനുള്ളത്, അവിടെയാണ് കരുണയുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമുക്ക് കരുണയൂറുന്ന കഥകൾ ധാരാളം വേണ്ടി വരുന്ന ഒരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മളുടെ പുതുതലമുറ അവർക്ക് ജനോസൈഡ് പോലെ ലിംഗിസൈഡ് എന്നൊരു വാക്ക് വരെ BBC കണ്ടെത്തിയിരിക്കുന്നു. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ലിംഗിസൈഡ് എന്ന് പറഞ്ഞാൽ ഭാഷാവധം, നമ്മുടെ ഭാഷയെ ഉപേക്ഷിച്ച് കഴിഞ്ഞിരിക്കുന്നു. കുട്ടികൾ ഭാഷയെ വധിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ കാലഘട്ടത്തിൽ തലനരച്ച ജീവിതം കുറെ കണ്ട നമുക്ക് അവർക്ക് കൊടുക്കാവുന്ന പാഠങ്ങളായിരിക്കണം പുതിയ കഥകൾ, നമ്മൾ ജീവിച്ച കാലത്തിന്റെ കഥകൾ. അത് കുട്ടികളിലേക്ക് പകരാൻ നാം കഴിയണം എന്നൊരു ആഹ്വാനത്തോടെ അല്ലെങ്കിൽ ഒരു ഉപദേശത്തോടെ, ഒരു നിർദ്ദേശത്തോടെ ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. ഒരിക്കൽ കൂടി ഈ സമ്മേളനത്തിന് ക്ഷണിച്ചതിൽ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി.